ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികയും രാജുവും അപ്പൂനെയും കൊണ്ട് വരുന്നത് യാമിനി കാണുന്നുണ്ട്. യാമിനിക്ക് വലിയ സന്തോഷം വരുന്നുണ്ട്. അപ്പുമോളെ എന്നും പറഞ്ഞ് യാമിനി ഓടി വരുവാണ്. ഇതെന്താ മോളെ ഇപ്പോഴിങ്ങോട്ട് പോകുന്നത്? സ്കൂൾ അവധിയൊന്നും ആയില്ലല്ലോ. അമ്മയോട് എന്തു പറയണം? കള്ളം പറയാനും പറ്റുന്നില്ലല്ലോ, സത്യം പറയാനും പറ്റില്ലല്ലോ എന്നോർത്ത് അപ്പു ഇങ്ങനെ വിഷമിച്ച് ഋതികയും രാജുവിനെ നോക്കുന്നുണ്ട്. ഋതിക പെട്ടെന്ന് പറയുന്നു, അത് ചെറിയമ്മ അവധിയായില്ല, ഓണം കഴിഞ്ഞാൽ ഉടനെ എക്സാമാ. അപ്പോഴങ്ങോട്ട് നമ്മുടെ പറന്ന് നടക്കുന്ന വെള്ളപ്പാറ്റയായ അംബിക അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കേണ്ട, വീട്ടിലൊക്കെ പോന്നേക്കാം എന്നിങ്ങനെ അപ്പു കരുതിയതാ ചെറിയമ്മേ. ഓ അതാണോ? എന്നിട്ട് മോള് ഋതിച്ചേച്ചിയെ വിളിച്ച് പറഞ്ഞോ? ആ, ഞാൻ ഋതിച്ചേച്ചിയെ വിളിച്ച് പറഞ്ഞമ്മേ. അപ്പോൾ ഋതിച്ചേച്ചി രാജുചേട്ടനുമായിട്ട് വന്ന് എന്നെ വിളിച്ചോണ്ട് പോരുമായിരുന്നു. സകല കള്ളത്തരങ്ങളുടെ ഉസ്താദായ അംബിക അവരെ 3 പേരെ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. അംബികയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പം മനസ്സിലാവുമല്ലോ. ഈ വരവിൽ എന്തോ ഒരു തരികടയുണ്ട്, അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഋതിക പെട്ടെന്ന് പറയുക, അതെ അമ്മമ്മ വന്നിട്ടുണ്ടെന്ന് ഞാൻ അപ്പുമോളോട് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഒരേ നിർബന്ധം അമ്മമ്മയെ വന്ന് കാണണമെന്ന്. അപ്പോൾ ശേഖരൻ അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല ഇതെന്ത് പറ്റി? ഓണം ലീവ് ആയില്ലല്ലോ. അത് സ്റ്റഡി ലീവ് ആച്ചാ. അപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എക്സാം കഴിഞ്ഞോ? ഇല്ലച്ചാ, അതിന് ഓണം കഴിഞ്ഞിട്ടാ. അംബിക ഉടനെ പറയുക, സാധാരണ എല്ലാ സ്കൂളിലും ഓണത്തിന് മുമ്പാണ് പരീക്ഷ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് കരുതി പെട്ടെന്ന് ഋതിക പറയുക, അങ്ങനെയൊന്നും അല്ല അമ്മായി, ചില സ്കൂളിലൊക്കെ മാറ്റമുണ്ട്. ശേഖരൻ ഋതികയോട് പറയുന്നു, മോളെ അപ്പൂനെയും കൂട്ടി അമ്മയുടെ അടുത്തോട്ട് ചെല്ല്, മോൾ ആദ്യം ചെന്ന് അമ്മയുടെ അനുഗ്രഹം മേടിക്കണം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ശേഖരൻ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ രാജുവും ഋതികയും അപ്പുവും കൂടെ സരസ്വതിയമ്മയെ കാണാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ട് അംബികയ്ക്ക് തീരെ സഹിക്കുന്നില്ല. നോക്കിക്കേ ശേഖരേട്ട, അപ്പു കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഋതുമോളുടെ സന്തോഷം കണ്ടോ എന്നിങ്ങനെ യാമിനി പറയുന്നൂടെ കേട്ടപ്പോൾ പറയുകയും വേണ്ട അംബികയുടെ കാര്യം. അംബിക അവിടെ നിന്നുകൊണ്ട് പറയുക, പ്രതാപന്റെ മകളെ കണ്ടുപഠിച്ചാൽ പിന്നെ ശേഖരന്റെ മകളും ഏതെങ്കിലും പരുന്തുംകാലെ തൂങ്ങിക്കോളും. ഏതെങ്കിലും ഒരു പരുന്തിവളെ റാഞ്ചും. സ്വന്തം സഹോദരൻ്റെ മകളെയാണ് ഈ പറയുന്നത് ഈ ദുഷ്ട. സരസ്വതി തമ്പുരാട്ടി പത്രം വായിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങോട്ട് ഋതികയും രാജുവും അപ്പുവും കൂടെ വരുവാണ്. അപ്പുവിനെ കണ്ടിട്ട് ആദ്യം തമ്പുരാട്ടിക്ക് മനസ്സിലായില്ലെങ്കിലും ഋതിക പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഇതാണ് അപ്പു. അപ്പുവാണല്ലേ മിടുക്കി മോള്. അല്ല രാജു എന്താ അങ്ങോട്ട് മാറി നിൽക്കുന്നേ? രാജു ഇങ്ങ് അടുത്ത് വാ എന്നും പറഞ്ഞ് രാജുവിനെ അടുത്ത് നിർത്തുന്നുണ്ട് തമ്പുരാട്ടി. അപ്പുവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഋതുമോക്ക് 100 നാവ. മോൾ എത്രല്ല പഠിക്കുന്നത്? ഞാൻ +2. പിന്നെന്താ നേരത്തെ ഇങ്ങ് പോകുന്നത്? ഓണാവധി ആയില്ലല്ലോ. പെട്ടെന്ന് അപ്പുവിൻ്റെയും ഋതികയുടെയും രാജുവിൻ്റെയും മുഖത്തൊരു കള്ളലക്ഷണം. ഇതൊക്കെ നല്ലതുപോലെ അറിയാവുന്ന തമ്പുരാട്ടിയാണല്ലോ. പെട്ടെന്ന് രാജു ഒരു കള്ളം പറയുവാണ്. ഓണാവധി ആയില്ല, ഇതിപ്പോൾ സ്റ്റഡി ലീവാണ്. അപ്പോൾ പിന്നെ വെറുതെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടെന്ന് അപ്പുവിന് തോന്നി. അങ്ങനെ ഞങ്ങൾ പോയി ഇങ്ങ് വിളിച്ചോണ്ട് വന്നതാ. അപ്പു അങ്ങനെ സരസ്വതി അമ്മയുടെ കാലേ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അത്തം പിറക്കാറായി, ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് തകർക്കാം. അത്തപ്പൂക്കളെ ഇടണം, ഊഞ്ഞാലി കെട്ടണം, അത്തം 10-ന് പൊന്നോണം എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുവാണ്. എന്നാൽ ഞങ്ങൾ പോകട്ടെ എന്നും പറഞ്ഞ് അവർ പോകുമ്പോൾ പെട്ടെന്ന് രാജുവിനെ സരസ്വതി അമ്മ വിളിക്കുന്നുണ്ട്. രാജു ഇങ്ങോട്ടൊന്ന് വന്നേ. രാജു മാത്രം വന്നാൽ മതി, നിങ്ങൾ പൊയ്ക്കോ. ഋതികയ്ക്ക് എന്തോ ഒരു പേടി തോന്നുന്നുണ്ട്. ഇനി എന്താണ് അമ്മമ്മ ചോദിക്കാൻ പോകുന്നത്? ഇനി അമ്മാമ്മയ്ക്ക് ഇത് കള്ളത്തരമല്ലോ മനസ്സിലായോ? അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി രാജു ഇവിടെ ഇപ്പോൾ ഒരു നുണക്കഥ പറഞ്ഞു ഇല്ലേ എന്നിങ്ങനെ തമ്പുരാട്ടി ചോദിക്കുമ്പോൾ രാജു അങ്ങ് ഞെട്ടിപ്പോയി. മേഡം അത് പതറണ്ട, ഞാൻ ചോദിച്ചത് സത്യമല്ലയോ? നീ ഒരു നുണക്കഥയല്ലേ ഇപ്പോൾ എന്നോട് പറഞ്ഞത്? രാജു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ പേടിക്കുന്നുണ്ട്. പാവം, നിനക്കൊരു നുണ പറയാൻ പോലും കഴിയില്ല. നീ ഒരു നിഷ്കളങ്കന. മേഡം അത് വേണ്ട, എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയണ്ട. നീ പറഞ്ഞത് കള്ളത്തരമാണെന്ന് നിന്റെ മുഖത്തുനിന്ന് ഞാൻ അപ്പം തന്നെ വായിച്ചെടുത്തു. അതെ, 6th സെൻസൊന്നും അല്ല, ജീവിതാനുഭവങ്ങൾ കിട്ടിയ കോമൺ സെൻസാ. അത് മാത്രം മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. ഒരു കാര്യം 100% സത്യമാണ്. അതായത് നീ നിന്റെ കാര്യമല്ല ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യമാണ്. നീ കാരണം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുതെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കാര്യം ഇനി എനിക്ക് നിന്നോട് പ്രത്യേകം പറയാനുണ്ട്. നമ്മുടെ ജീവിതം പലപ്പോഴും പോകുന്നത് നമ്മുടെ കൺട്രോളിലല്ല. ജീവിതത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ട്. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പലതും അർഹതയില്ലാത്തത്, അർഹതയുള്ളത് എന്നൊന്നും വേർതിരിച്ച് കാണരുത്. പലതും ദൈവനിയോഗമാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിനത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ മുതിർന്നവർ പറയുന്ന ചില കാര്യങ്ങൾ രാജു അനുസരിക്കണം. അതുകൊണ്ട് നിനക്ക് ഭാവിയിൽ ഒരു ദോഷവും വരില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാലേ, നീ ദൈവാധീനമുള്ളവനാ. എന്നാൽ ഇനി നീ പൊയ്ക്കോ എന്നും പറഞ്ഞ് രാജുവിനെ പറഞ്ഞു വിടുന്നുണ്ട്.
രാധമ്മയാണെങ്കിൽ വലിയ ടെൻഷനിലാണ്. രമ്യയും രാജുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതം കൊടുത്തത് വേണുവേട്ടനോട് ആലോചിക്കാതാണല്ലോ. എങ്ങനെ ഇത് വേണുവേട്ടനോട് പറയും? വേണുവേട്ടൻ സമ്മതിക്കുമോ? രാജുവിൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഇതൊക്കെ ഓർത്തിട്ട് രാധമ്മയ്ക്ക് ഒരു സമാധാനമില്ല. രാധമ്മ അങ്ങ് തലയ്ക്ക് കൈ കൊടുത്തങ്ങ് ചിന്തിക്കുവാണ്. ഇതൊക്കെ നമ്മുടെ ജയൻ കാണുന്നുണ്ട്. എന്തോ പന്തികേട് പറ്റിയിട്ടുണ്ടല്ലോ നമ്മുടെ മദറിൻലോയ്ക്ക്. എടി പ്രിയേ, ഇങ്ങോട്ടൊന്ന് വന്നേ, നിൻ്റെ അമ്മയൊന്ന് നോക്കിക്കേ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, എന്തോ വലിയ പ്രശ്നമുണ്ട് കേട്ടോ. ശരിയാ ജയേട്ടൻ പറയുന്നത്, അമ്മയുടെ മുഖത്ത് എന്തൊക്കെ ആദ്യമുണ്ട്. വാ നമുക്കൊന്ന് പോയി ചോദിച്ചു കളയാം. പ്രിയ അടുത്തിയെന്ന് അമ്മയെന്ന് രാധമ്മയെ വിളിക്കുമ്പോഴേ രാധമ്മയെ അങ്ങ് ഞെട്ടുവാണ്. എന്താ മോളെ എന്നും പറഞ്ഞങ്ങ് പേടിക്കുവാണ്. ജയേട്ടൻ പറഞ്ഞപ്പോഴേ എനിക്കും അത് മനസ്സിലായത്. എന്തോന്ന് അമ്മ എന്തോ ടെൻഷനിലാണല്ലോ. ഞാൻ ശ്രദ്ധിക്കുമ്പോഴെല്ലാം അമ്മ മൗനമാണല്ലോ. എന്താമ്മേ അമ്മയുടെ വിഷമം? ഏയ് ഒന്നുമില്ല മോളെ, നിങ്ങൾക്ക് തോന്നിയതാ. അല്ലമ്മേ, എനിക്ക് എൻ്റെ അമ്മയേക്കാൾ സ്നേഹം എൻ്റെ അമ്മായിയമ്മയോടാണ്. അമ്മ എന്നോട് പറ, ആരെ വിശ്വസിച്ചില്ലല്ലോ അമ്മയുടെ മരുമകൻ ഈ ജയനെ അമ്മയ്ക്ക് വിശ്വസിക്കാം. അമ്മ എന്നോട് പറയമ്മേ എന്നും പറഞ്ഞ ജയനും പ്രിയ അങ്ങ് നിർബന്ധിക്കുവാണ് രാധമ്മയോട്. അങ്ങനെ അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ രാധമ്മ പറയുവാണ്, ജീവിതത്തിൽ ആദ്യമായി നിങ്ങളുടെ അച്ഛനോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു. എന്താമ്മേ? രാജുവും രമ്യയും കൂടെയുള്ള വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് ഞാൻ രുക്മിണിക്ക് വാക്കുകൊടുത്ത്. ഇത് കേട്ടതും പ്രിയയ്ക്കും ജയനും അങ്ങ് ഭയങ്കര സന്തോഷം. ഇതിനാണോ അമ്മ വിഷമിക്കുന്നത്? ഇത് നല്ല കാര്യമല്ലേ അമ്മേ? അവർക്ക് ലോട്ടറി അടിച്ച സന്തോഷം. രാധമ്മ എന്നിട്ട് ശ്രീലക്ഷ്മിയെ കാണാൻ പോയതും ഹരീഷിന് ആക്സിഡൻ്റ് ഉണ്ടായതും അവർ വളരെ ദുരിതത്തിലാണെന്നും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്നു. ശ്രീലക്ഷ്മിയെ പോയി കണ്ടിട്ട് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തതും രുക്മിണി രാധമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് രാജുവും രമ്യയും കൂടെയുള്ള കല്യാണം കഴിയുമ്പോൾ ശ്രീലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാമെന്നും ഹരീഷിനുള്ള ഷെയറുകളെല്ലാം കൊടുക്കുമെന്നും ഹരീഷിനെ മകനായിട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ അങ്ങോട്ട് രാധമ്മ അവരോട് പറയുവാണ്. പ്രിയ പറയുക, അമ്മ എന്തിനാ വിഷമിക്കുന്നത്? അമ്മേ, എന്തുകൊണ്ട് രാജുവിന് പറ്റിയ പെണ്ണ് രമ്യ തന്നെയാണ്. നമ്മുടെ കൊച്ചമ്മണി അവിടെ മറഞ്ഞു നിന്ന് ഇവരുടെ സംഭാഷണമൊക്കെ കേൾക്കുന്നുണ്ട്. ജയനും പറയുന്നുണ്ട്, അമ്മ എന്തുകൊണ്ട് നല്ല തീരുമാനം എടുത്തത്. ഇതുകൊണ്ട് എല്ലാവർക്കും നല്ലതേ ഉള്ളൂ. ശ്രീലക്ഷ്മിയെ അവർ മരുമകളായിട്ട് സ്വീകരിക്കും, ഹരീഷിന് ഷെയറും കിട്ടും, നമുക്ക് എല്ലാവർക്കും നല്ലത് തന്നെ നടക്കും അമ്മേ. എന്തുകൊണ്ടും അമ്മ എടുത്ത തീരുമാനം നല്ലത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞ് സന്തോഷിക്കുവാണ്. എങ്കിലേ ഈ കല്യാണം മുണ്ടയ്ക്കൽ കൊച്ചമ്മണിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കും. എന്നാലേ 4 പുത്തൻ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് കൊച്ചമ്മണി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വാതക്കൽ കൊച്ചമ്മണി ഇരുന്നുകൊണ്ട് കാർട്ടൂൺ കാണുക. ആ സമയത്ത് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജുവിൻ്റെ കയ്യിൽ 3-4 കവർ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടുകൊണ്ട് കൊച്ചമ്മണിക്ക് അങ്ങ് സന്തോഷമായി. കൊച്ചമ്മണി ഓടിച്ചെന്ന് ചോദിക്കുന്നു, മോനെ എന്തൊക്കെയാ, ചിക്കൻ വറുത്തതും പൊരിച്ചതും ഒക്കെ ആണോ കൊണ്ടുവന്നത്? അയ്യോ അല്ല അളിയൻ്റെ അമ്മ, ഇത് ദോശമാവും ഇടിയപ്പപ്പൊടിയൊക്കെ. ആ ഇടിയപ്പവും മട്ടൻ ചാപ്സും കൂടെ ബെസ്റ്റാ. മോനെ കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. മോനിപ്പോൾ കടലിനും ചെകുത്താനും നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അല്ലയോ? ഈ തള്ള എന്തോത്തിനുള്ള പുറപ്പാടാണോ അറിയില്ലല്ലോ. രാജു ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുവാണ്. ഒരു വശത്ത് ആ കൊള്ളപ്പലിശക്കാരിയുടെ മകൾ രമ്യ എന്ന് പറയുന്ന ചെകുത്താൻ, മറുവശത്താണെങ്കിൽ ആ മന്ത്രിയുടെ മകളെന്ന് പറയുന്ന ആ കടല്. ചെകുത്താനെ കെട്ടണോ അതോ കടലിൽ ചാടണോ എന്നുള്ള അവസ്ഥയിലാണ് മോനിപ്പോൾ. ഞാൻ അങ്ങനെയുള്ള ഒരു ചിന്തയിലുമല്ല എൻ്റെ അളിയൻ്റെ അമ്മേ. എന്നാലേ അളിയൻ്റെ അമ്മ മോനൊരു ഉപദേശം തരാം. മുണ്ടക്കലമ്മയുടെ ഉപദേശം കേട്ടവരൊക്കെ എന്ന് പറയുമ്പോഴേ രാജു പറയും, കുഴിയിൽ ചാടിയല്ലേ. അയ്യോ അങ്ങനല്ല മോനെ, മോൻ വലിയ തമാശക്കാരനാണല്ലോ. ഈ ടെൻഷൻ ഇടയ്ക്ക് ഒരു തമാശയും കേൾക്കുന്നതും പറയുന്ന മാനസികാവസ്ഥയിലല്ല എൻ്റെ അളിയൻ്റെ അമ്മേ. അയ്യോ എൻ്റെ മോൻ എന്തുവാ ടെൻഷന്? ഞാൻ പറയുന്ന ഉപദേശം അനുസരിച്ച് മോൻ ജീവിച്ചാൽ മോൻ ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല. ഇനി എന്താണാവോ അളിയൻ്റെ അമ്മയുടെ ഉപദേശം? മോനെ 2 പെണ്ണുങ്ങളും പുടവയും മേടിച്ചുകൊണ്ട് മോനെ കെട്ടാനായിട്ടിരിക്കുവാണ്. ഒന്ന് കോടീശ്വരിയാണെങ്കിൽ മറ്റൊന്ന് ശതകോടീശ്വരി. അതിന് ഞാനെന്ത് ചെയ്യണമെന്നാ? ആദ്യം മോൻ ആ വെപ്രാളം പിടിച്ച് കിടക്കുന്ന രമ്യയില്ലേ, ആ രമ്യ മോളെ മോനങ്ങ് കെട്ടണം. അവളുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും മോൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചിട്ടേ അവളെ കെട്ടാവുള്ളൂ. മോനെ ഈ ചിന്ന വീടെന്നും പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. എൻ്റെ ബോസ് ഗോവിന്ദച്ചാമിക്ക് ഒരു ചിന്ന വീടുണ്ടായിരുന്നു. അതുകൊണ്ട് മോൻ രമ്യയെ കല്യാണം കഴിച്ചിട്ട് ആ മന്ത്രി കൊച്ചമ്മ ചിന്ന വീടായിട്ട് 2ാം ഭാര്യയായിട്ട് അങ്ങ് സ്വീകരിക്കണം. കോടികളല്ലേ പിന്നെ മോനെ നിൻ്റെ കയ്യിലോട്ട് വരുന്നത്. പിന്നെ എന്തിനാ എൻ്റെ മോന് ടെൻഷൻ? രാജുവിനാണെ തള്ളയുടെ തലയ്ക്കടിച്ച് പൊട്ടിക്കണമെന്നുണ്ട്. എന്നെ ഇങ്ങനെയൊക്കെ ഉപദേശിച്ചതിന് അളിയൻ്റെ അമ്മയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഞാൻ ആരെയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അയ്യോ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്നോ? പിന്നെന്ത് ചെയ്യാൻ പോവാ? ഞാനേ താടിയും മുടിയും നീട്ടി വളർത്തി ഇങ്ങനെ സന്യാസിയായിട്ട് ജീവിക്കാൻ പോവുക എന്നും പറഞ്ഞ് രാജു അങ്ങ് പോയി.
മുണ്ടക്കലമ്മ പറയുക, എടാ മോനെ, നിന്നെ എന്തുവായാലും അവർ പിടിച്ച് കെട്ടിക്കും, എങ്കിലേ എനിക്കും അതിലൊരു ലാഭമൊക്കെ വേണം. രാജു അകത്തോട്ട് വരുമ്പോൾ വേണുവേട്ടൻ ഒരുങ്ങി കയ്യിലൊരു ബാഗും ഒക്കെ വെച്ചിട്ട് വരുവാണ്. അച്ഛനിത് എവിടെ പോവാണ്? അത് മോനെ, നീ വരുന്നതും കാത്തിരിക്കുക. ഒരു മുഖ്യമായ കാര്യമുണ്ട്, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പിന്നെ നീ ഹരീഷിൻ്റെ കാര്യം അറിഞ്ഞായിരുന്നോ? എന്താച്ചാ ഹരീഷിന്? അത് ഹരീഷിനൊരു ആക്സിഡൻറ്റ്. അയ്യോ, ആക്സിഡൻറ്റോ? ചെറിയ ഒരു പരിക്കേ ഉള്ളു മോനെ, ഓട്ടോ ഓടിച്ചപ്പോഴേ ചെറിയ ആക്സിഡൻറ്റ്. അത് രാധമ്മ പോയി കണ്ടായിരുന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ട്. അയ്യോ അച്ഛാ, ഞാനിതൊന്നും അറിഞ്ഞില്ല, എന്നോടാരും പറഞ്ഞില്ല. മോൻ ടെൻഷനാകണ്ട, അതത്ര വലിയ കാര്യമൊന്നും ഇല്ല മോനെ. എന്നാലേ അച്ഛൻ വേറെ ഒരു മുഖ്യമായ കാര്യത്തിനാണ് പോകുന്നത്, പോയിട്ട് വന്നിട്ട് എല്ലാം മോനോട് പറയാം കേട്ടോ എന്നും പറഞ്ഞ് വേണുവേട്ടൻ അവിടുന്ന് പോവുകയാണ്. കൊച്ചമ്മണി രുക്മിണിയുടെ വീട്ടോട്ട് ചെല്ലുവാണ്. രുക്മിണിക്കാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ കൊച്ചമ്മണിയെ. ഓ, മോഡേൺ വേഷം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു മുതുക്കി. എന്താ അമ്മയും മോളോടൊരു ഗൂഢാലോചന എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊച്ചമ്മണി അങ്ങോട്ട് കയറി ചെല്ലുവാണ്. രമ്യ രുക്മിണിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയണ്ട അമ്മേ, നമ്മുടെ സൈഡാ, കാര്യമൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടിച്ച് വെളിയിൽ ഓടിച്ചേക്കാം, അതുവരെ പിണക്കണ്ട, കൂടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് എന്ന് രമ്യ വിളിച്ച് സ്വീകരിച്ചിരുത്തുവാണ് കൊച്ചമ്മണിയെ. രുക്മിണി മൈൻഡ് ചെയ്യാതിരിക്കുന്ന കണ്ടോണ്ട് ചോദിക്കുന്നു, രുക്മിണി എന്താ കള്ളു കുടിച്ച കരടിയെപ്പോലെ മയങ്ങിയിരിക്കുന്നത്? എന്താ കാശ് മേടിച്ചോണ്ട് പോയവരാരും പലിശ കൊണ്ട് തന്നില്ലയോ? ഞാൻ കൊള്ളപ്പലിശക്കാരിയാ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഇന്നാൾ വന്ന് പറഞ്ഞേച്ച് പോയതല്ലേ? അയ്യോ എൻ്റെ രുക്മിണി, അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണോ? ഞാനത് അപ്പോഴേ കളഞ്ഞു, ഞാനതൊക്കെ മറന്നേ പോയി. ഇപ്പോൾ നമ്മൾ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ ആകാൻ പോവല്ലയോ? അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? അപ്പോൾ രമ്യ ചോദിക്കുന്നു, ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ അപ്പം മുണ്ടക്കലമ്മ അറിഞ്ഞു, പിന്നെ ഇല്ലയോ? ഞാൻ എത്ര ദിവസം പട്ടിണി കിടന്ന് അവരുടെയൊക്കെ പുറകിന് നടന്ന ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചതെന്ന് മോക്കറിയാവോ? ഓരോരുത്തരെയും വിടാതെ അവരുടെ പുറകെ നടന്ന് ചെവിയിൽ ഓതിയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയിടെ എത്തിച്ചത്. ഇത്രയും അച്ചടക്കവും സ്വഭാവ ഗുണമുള്ള ഒരു മോള് ഞങ്ങളുടെ രാജുവിന് കിട്ടുന്നത് ഞങ്ങളുടെ ഭാഗ്യമല്ലയോ? രുക്മിണി പറയുക, നല്ല അച്ചടക്കത്തോളം ചിട്ടയോടി തന്നെ ഞാൻ എൻ്റെ മോളെ വളർത്തിയത്. ഉടനെ മുണ്ടക്കലമ്മ മനസ്സിൽ പറയുക, അതേടി, അതല്ലേ നിൻ്റെ മോള് ഭ്രാന്ത് പിടിച്ച് എൻ്റെ രാജുവിൻ്റെ പുറകെ ഇറങ്ങാതെ വീട്ടിൽ കയറി ഞെരങ്ങുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വേണുവേട്ടൻ എന്തിനാണ് എവിടെയാണ് പോയിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. വേണുവേട്ടൻ ഇല്ലാത്ത ഈ അഭാവത്തിൽ ഈ സമയത്ത് രാധമ്മയും രുക്മിണിയും രമ്യയും എല്ലാവരും ചേർന്ന് എന്തെങ്കിലുമൊക്കെ നാടകം കളിക്കുമോ? ആ നാടകത്തിൽ നമ്മുടെ രാജു വീഴുമോ? ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.